വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് അനറ്റോമിക്സ് ആണ്. സോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലൈറ്റ് ഷാഡോസ് ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഷാഡോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇത്. സോ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഷാഡോസിനെ പറ്റിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ. ശരിക്കും എന്താണ് ഷാഡോസ്, ആരാണ് ഷാഡോസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഷാഡോ ഉണ്ടാവാൻ വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ. അപ്പൊ ഞാൻ അതിനു മുമ്പ് നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എത്ര കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഭംഗിയുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എത്ര കളേർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും, അവരുടെ ഷാഡോസ് ഒന്ന് ചെക്ക് ചെയ്താൽ എല്ലാ ഷാഡോസിനും ഒരേ കളർ തന്നെയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ നമുക്ക് പറയാനായിട്ട് പറ്റും, ഷാഡോസ് ആർ ദി ബ്ലാക്ക് പാച്ചസ് ഓൺ ദി സ്ക്രീൻ. അതായത് നമുക്ക് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് പാച്ചസ്, അതായത് ഒരു ഡാർക്ക് കളറിലാണ് നമുക്ക് ഷാഡോസിനെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി അടുത്തത്, ഷാഡോസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എല്ലാ ഒബ്ജക്റ്റിനും ഷാഡോസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? എല്ലാ ഒബ്ജക്റ്റും ഷാഡോസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ ഒബ്ജക്റ്റും ലൈറ്റിനെ കടത്തിവിടുന്നത് പല രീതിയിലാണ്. ചില ഒബ്ജക്റ്റ് ലൈറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് കടത്തിവിടും, അതിനെ നമ്മൾ ട്രാൻസ്പാരന്റ് ഒബ്ജക്റ്റ് എന്ന് പറയും. ചില ഒബ്ജക്റ്റ് ആണെങ്കിൽ ലൈറ്റിനെ ഒട്ടും കടത്തിവിടത്തില്ല, അങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ് മക്കളെ ഷാഡോസ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒപ്പാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിനെ കടത്തിവിടുന്നില്ല, അതായത് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഷാഡോസ് ഉണ്ടാവുന്ന കാരണം നമുക്ക് മനസ്സിലായി. ഷാഡോസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന ലൈറ്റിന്റെ പാത്തിന് ബ്ലോക്ക് സംഭവിക്കുമ്പോഴാണ് മക്കളെ എന്തുണ്ടാവുന്നത്? ഷാഡോസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഷാഡോസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഷാഡോസ് ഈസ് ഫോംഡ് വെൻ a path of light is blocked by an object. Transparent object do not make shadows. Object must be opaque or translucent. ഈ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റിനെ ഇങ്ങനെ പാർഷ്യലി ആയിട്ടാണ് കടത്തി വിടുന്നത്, അതായത് കുറച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പാസ് ചെയ്ത് വിടുന്നുണ്ട്. അതാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദി ഷാഡോ ഈസ് ഓൾവേസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ബട്ട് ദ സൈസ് വേരീസ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഷാഡോ നമുക്ക് കാണിച്ചു തന്നാൽ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിന് ഷാഡോ ആണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ അത് എപ്പോഴും നമുക്ക് അത് അക്യുറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. അത് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഈ ഷാഡോസിന്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഷാഡോസിന്റെ ഷേപ്പ് ഏകദേശം സിമിലർ ആയിട്ട് വരും, പക്ഷേ അതിന്റെ സൈസ് ഇങ്ങനെ വേരി ചെയ്യും. എന്തുകൊണ്ടാണ് സൈസ് വേരി ചെയ്യുക? ഇപ്പൊ നമുക്കറിയാം, ഞാൻ വേണേൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണിച്ചു തരാം. ഈ ഒരു ചിത്രം നോക്കിക്കേ. അതായത് ഡേ ടൈമിൽ മോർണിംഗ് ആയിക്കൊള്ളട്ടെ, ആഫ്റ്റർനൂൺ ആയിക്കൊള്ളട്ടെ, ഈവനിങ് ആയിക്കൊള്ളട്ടെ, ഈ ഓരോ സമയത്തും ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ ഷാഡോ ആണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഷാഡോസ് നോക്കിയാൽ മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലും ഷാഡോസ് എങ്ങനെയാണ്? നല്ല നീളമുള്ളതാണ്, ലെങ്ത് ഉള്ളതാണ്. പക്ഷെ അതേസമയം ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുവാണ്. ആ സമയം നമ്മുടെ ഷാഡോന്റെ ലെങ്ത്തും അതായത് അതിന്റെ സൈസും എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, ഷാഡോസിന്റെ സൈസ് വേരി ചെയ്യുമെന്ന്. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ ഷേപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. നമുക്ക് എല്ലാ സമയത്തും ആ ഷേപ്പ് കണ്ടിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ഇതാ ഈ ചിത്രത്തിൽ കാണുന്നത്. നമ്മൾ രാത്രിയിൽ നമ്മുടെ കൈവിരലുകളൊക്കെ ഉപയോഗിച്ചിട്ട്, കൈയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള രൂപങ്ങൾ നമ്മൾ ഭിത്തിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിഴലുകൾ പോലെ നിഴലുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പലതരത്തിലുള്ള രൂപങ്ങൾ, ഇപ്പോൾ ഒരു പൂമ്പാറ്റി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പട്ടിയുടെ ആയിക്കൊള്ളട്ടെ, അങ്ങനെ പലതരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് വെച്ച് ഈ രൂപത്തിൽ കാണുന്ന ആ ഒരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ട് എന്നാണോ അർത്ഥം? അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ഒരു ഷാഡോന്റെ ഷേപ്പ് നോക്കിയിട്ട് ആ ഒരു ഒബ്ജക്റ്റ് അത് തന്നെയാണ് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ആ ഒരു അസംഷൻ നമുക്ക് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് കേസിൽ നമുക്ക് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു റൗണ്ട് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനാണ് എപ്പോഴും സെയിം ഷേപ്പിലുള്ള ഷാഡോസ് ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതായത് ഇപ്പോൾ ഒരു ബോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും ഇങ്ങനെ വെച്ചാലും എങ്ങനെ വെച്ചാലും ഉണ്ടാവുന്ന ഷാഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഒരേ ഷേപ്പ് ആയിരിക്കും. അതേസമയം ഒരു ബുക്ക് നമ്മൾ ഇങ്ങനെ വെച്ചു, പിന്നെ നമ്മളിങ്ങനെ ചെരിച്ചു വെച്ചു, പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് വെച്ചു, അങ്ങനെ പലതരത്തിൽ വെക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഷാഡോയും എന്തായിരിക്കും? പലതരത്തിലായിരിക്കും. അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്തു പോവുക. ഓക്കെ, അപ്പൊ ഷാഡോസിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഷാഡോസ് ഫോം ചെയ്യുന്നത്
എപ്പോഴും നമ്മുടെ ലൈറ്റ് സോഴ്സിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് നിങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സൺ ഇവിടെയാണെങ്കിൽ സണ്ണിന്റെ ഓപ്പോസിറ്റ് ആണ് ഷാഡോ ഉണ്ടാവുന്നത്. അതുപോലെ നമ്മൾ രാത്രിയിലൊക്കെ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ബൾബിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഷാഡോസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഷാഡോസ് ഉണ്ടാകുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കണ്ടീഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒപാക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് സ്ക്രീൻ എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒരു ഷാഡോ കൃത്യമായിട്ട് ഉണ്ടാവണമെങ്കിൽ. സോ നമുക്ക് ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നോക്കാം. കുറച്ച് പോയിന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോട്ട് ചെയ്യുക. ഓൾ ഒപാക്ക് ഒബ്ജക്റ്റ് കാസ്റ്റ് ഷാഡോ. വെൻ ആൻ ഒപാക്ക് ഒബ്ജക്റ്റ് ഇസ് കെപ്റ്റ് ഇൻ ദി പാത്ത് ഓഫ് ദി ലൈറ്റ് ഇറ്റ് കാസ്റ്റ് ഷാഡോ വിച്ച് ക്യാൻ ബി സീൻ ഓൺ എ സ്ക്രീൻ. അതായത് സ്ക്രീനിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിലാണ് ഷാഡോ കാണാനായിട്ട് പറ്റുന്നത്. സോ ഗ്രൗണ്ട് അല്ലെങ്കിൽ സ്ക്രീൻ എന്ന് പറയുന്നത് ഷാഡോ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ദ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ലൈറ്റ് സോഴ്സ് ആൻഡ് സ്ക്രീൻ അഫക്ട് ദ സൈസ്, ഷേപ്പ് ആൻഡ് ഷാർപ്നെസ് ഓഫ് ഇറ്റ്സ് ഷാഡോ. നമ്മൾ നേരത്തെ ആ ഒരു ട്രീയുടെ അല്ല, ഈ ഒരു കുട്ടീൻ്റെ കേസിൽ പറഞ്ഞാൽ മതി. ഇവിടെ ഉച്ച സമയത്ത് എന്താണ്, സൂര്യൻ തലയ്ക്ക് മുകളിലാണ്. സോ ആ സമയം നമ്മുടെ ആ ഒരു ഷാഡോന്റെ ലെങ്ത്തിന് വേരിയേഷൻ വരുന്നുണ്ട്. അതായത് ആ ഒരു ഒബ്ജക്റ്റും ആ ഒരു ലൈറ്റ് സോഴ്സും തമ്മിലുള്ള ആ ഒരു ലെങ്ത്തിന്റെ വ്യത്യാസം അനുസരിച്ച് ഈ പറയുന്ന ഷാഡോസിന്റെ സൈസിലും അതുപോലെ തന്നെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബുക്ക് നമ്മൾ ഏത് രീതിയിൽ വെച്ചാലും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഷാഡോ ഒരേപോലെ ആവണമെന്നൊന്നുമില്ല. അതിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഷാഡോസ് ഗീവ് us some information about the shape of the object. ഓക്കെ, അപ്പൊ ഷാഡോസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ലൈറ്റിനെ പറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റിഫ്ലക്ഷനെ പറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്കിനി വരും ദിവസങ്ങളിൽ നോക്കാം. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ഒരു കംപ്ലീറ്റ് 1 ഷോട്ട് റിവിഷൻ എന്ന നിലയിൽ നമ്മൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു ലൈവ് പോയായിരുന്നു. നിങ്ങളെല്ലാവരും അത് കാണണം. ഇനി ഞാൻ ലൈവ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ടായിരിക്കും കേട്ടോ. സോ അടിപൊളിയായിട്ടിരിക്കുക, ഫുൾ പവർഫുൾ ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ആദ്യം വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.